ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചിക്കൂപ്പ് എന്ന് പറയുന്ന ടെലഗ്രാം മൈനിങ് ബോട്ടിനെ പറ്റിയിട്ടാണ്. ഇവർ നോട്ട് കോയിനുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ട്രസ്റ്റബിൾ ആണോ എന്നുള്ളവർക്ക് അപ്പോൾ തന്നെ സംശയം തീർന്നിട്ടുണ്ടാവും. കാരണം ടെലഗ്രാം ബോട്ട്സിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കി തന്ന ഒരു കോയിനാണ് നോട്ട് കോയിൻ. അവരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു കോയിനാണ് ചിക്കൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചിക്കൻ എഗ്ഗ് ഫാമിംഗ് ഗെയിമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 20K തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും അവിടെയാണ് ആദ്യം വരിക. ചിക്കൂപ്പിൻ്റെ ടെലഗ്രാം ബോട്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് ക്ലിക്ക് ചെയ്താലും മതി. എവിടെ നിന്നാണെങ്കിലും സെയിം തന്നെയാണ്. ടെലഗ്രാമിൽ ഞാൻ 2 ദിവസം മുന്നേ ഈ ഒരു ബോട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അപ്ഡേറ്റ്സും പെട്ടെന്ന് തന്നെ കിട്ടാൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്, അതൊന്ന് ഓർമ്മിപ്പിച്ചേ എന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ബോട്ടിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കും, ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. തന്നെ ബോട്ട് ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരു എഗ്ഗിൻ്റെ കാണാൻ പറ്റും. എഗ്ഗ് ടാപ്പ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു എഗ്ഗ് ഹാച്ച് ആവും, അല്ലെങ്കിൽ മുട്ട വിരിയും. അത് വിരിയുമ്പോഴാണ് നമുക്ക് ഒരു ചിക്കനെ കിട്ടുക, അല്ലെങ്കിൽ ഒരു കോഴീനെ കിട്ടുക. ഒരു കോഴിക്കുട്ടീനെ നമുക്ക് കിട്ടും. ആ കോഴികൾ കൂടുന്തോറും നമ്മളെ ഫാമിൻ്റെ വാല്യൂ, ഇവിടെ ഫാമിൻ്റെ വാല്യൂ 50ആണ്. ഓരോ എഗ്ഗ് വിരിയുന്തോറും നമ്മുടെ ഫാമിൻ്റെ വാല്യൂ മെല്ലെ മെല്ലെ കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എഗ്ഗ് ഹാച്ച് ആവുന്നത് കാണാൻ പറ്റും. ഇത് ഓട്ടോ ഹാച്ച് കൊടുക്കാൻ പറ്റും, നമ്മൾ ടാപ്പ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഓട്ടോ ഹാച്ച് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3900 ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഹാച്ച് എനേബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആവരുത്, ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിന് മുഴുവനും നമ്മളുടെ എഗ്ഗ് ഹാച്ച് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അതിപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എൻ്റെ വേറൊരു അക്കൗണ്ടിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെവൽ 2 ആക്കി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളൊരു 8000 സംതിങ് എന്തോ 9000 സംതിങ് എന്തോ ഒരു ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ്ലൈനിലും ഓട്ടോമാറ്റിക്കലി എഗ്ഗ് ഹാച്ച് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ബോട്ടിലേക്ക് കയറുക പോലും വേണ്ട, 12 മണിക്കൂറിൽ ഒരിക്കൽ കയറിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എഗ്ഗ് ഹാച്ച് ആവുന്നതോറും 50 എന്നുള്ള വാല്യൂ 150 ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എഗ്ഗ് ഇങ്ങനെ ഹാച്ച് ആക്കിക്കൊണ്ടിരിക്കുക. ഹാച്ച് ആക്കുന്നതോറും നിങ്ങൾക്ക് ഫാമിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ. ഓരോ എഗ്ഗ് ഹാച്ച് ആവുന്നതോറും നമ്മുടെ ഫാമിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫാമിൻ്റെ വാല്യൂ കൂട്ടുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫാമിൻ്റെ വാല്യൂ, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മണിയുടെ ബാലൻസുമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾ ഫാമിൻ്റെ വാല്യൂ കൂട്ടുന്നതിന് കൊടുക്കുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എന്നാണ് ഇപ്പോഴത്തെ ന്യൂസ്. ഇനി വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാമിലും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻസ് നോക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഈ ക്യാഷ് നമുക്കിവിടെ ഇൻക്രീസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ എഗ്ഗ് ഇവിടെ പ്രൊഡക്ഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 0.60 എഗ്ഗാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ 2 സെക്കൻഡ് ആകുമ്പോൾ ഒരു എഗ്ഗ് എന്ന രീതിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെൽ എഗ്ഗിൻ്റെ ബട്ടൺ കാണാം. സെൽ എഗ്ഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ വരുന്ന എഗ്സ് മൊത്തം സെല് ചെയ്യാൻ പറ്റും. സെല് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ജസ്റ്റ് സെല്ലൊക്കെ അടിച്ചാൽ സെല്ലാവും. ഞാൻ 50% സെല് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് നമുക്ക് എന്താവും, ഇവിടത്തേക്ക് ആഡാവും. ഒറ്റയടിക്ക് ആഡാവില്ല. ഇവിടെ വണ്ടി പോകുന്നുണ്ടോ, ഈ വണ്ടിയിൽ ഓരോന്ന് കയറ്റി പോകണം. ഭയങ്കര റിയലിസ്റ്റിക് ആണ് കേട്ടോ. ഈ വണ്ടിയിൽ കയറ്റി പോകുന്നതോറും നമുക്ക് ഇവിടുത്തെ ക്യാഷ് ഇങ്ങനെ കുറേശ്ശെ കൂടിക്കോളും. ഓക്കെ, ഒറ്റയടിക്ക് നിങ്ങൾ സെല് ചെയ്താൽ ഉടനെ അങ്ങോട്ട് കയറില്ല. ആ എഗ്ഗ് സെല്ലാവുന്നതോറും നിങ്ങൾക്ക് കൂടിക്കോളും. ഓക്കെ, പിന്നീടുള്ള ഓപ്ഷനാണ് ഡയമണ്ട്. ഈ ഡയമണ്ട് എങ്ങനെ കൂട്ടാം, ഡയമണ്ട് കൂട്ടാനുള്ള 2-3 ഓപ്ഷൻസ്. മിഷനിലേക്ക് പോകുക. ആദ്യം അതിന് മുമ്പ് തന്നെ പറയേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പറയാം. ആദ്യം മിഷനിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകളും കാര്യങ്ങളൊക്കെ തന്നെ വരും. ഇത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയമണ്ട് കിട്ടും. ഡെയിലി നിങ്ങൾ ഗെയിമിൽ കയറിയ 5 ഡയമണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് ചിലവുണ്ട്, അത് നിങ്ങൾ നോക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 10 ഡയമണ്ട് കിട്ടും. അതുപോലെ തന്നെ സോഷ്യൽ ടാസ്കുകളുണ്ട്. ചിക്കൂപ്പിൻ്റെ പോസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇവരെ എക്സിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഓരോ 50 ഡയമണ്ട് 10 ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടും. ജോയിൻ ചെയ്യുക, ജസ്റ്റ് ബാക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം വന്നിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ വരില്ല, ഒന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോഴാണ് ഇവിടെ ക്ലെയിം വരിക. ഓക്കെ, പിന്നെ അംബാസിഡർ ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ടാസ്കുകളുണ്ട്. ഇവരുടെ എല്ലാം ടെലഗ്രാം ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 50 10 ഒക്കെ വെച്ച് കിട്ടും. ജസ്റ്റ് ക്ലെയിം ചെയ്യാൻ വരും. ഒന്നുകൂടി ഇറങ്ങിയിട്ട് കയറണം, അപ്പോൾ ക്ലെയിം വരും. പിന്നീട് അച്ചീവ്മെൻറ്റ് ഉണ്ട്. അച്ചീവ്മെൻറ്റിൽ നിങ്ങൾക്ക് ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നതോറും ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി കയറി നോക്കുക, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഇവിടെ ക്ലെയിമിങ്ങിൻ്റെ സാധനം വരും. അതിനകത്ത് ചാലഞ്ച് ഉണ്ട്. ചാലഞ്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ചാലഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ പർച്ചേസിന് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്സ് ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ചെക്കിന് ഓരോ ദിവസം നിങ്ങൾ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഡയമണ്ട് കിട്ടും. അപ്പോൾ ഡേ 1ൻ്റെ 5 ഞാൻ കളക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കളക്ട് ആയി. ഓക്കെ, പിന്നീടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ ഉണ്ട്, അതാണ് ലക്കി സ്പിൻ. ലക്കി സ്പിന്നിൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഡെയിലി കയറുമ്പോൾ നിങ്ങൾക്ക് സ്പിന്ന് കിട്ടും. ഓരോ സ്പിന്നിൽ നിങ്ങൾക്ക് ഒറിജിനൽ ഡോളർ കിട്ടാനും അതുപോലെ തന്നെ ഈ ഗെയിമിൻ്റെ ഉള്ളിലെ ക്യാഷും ഡയമണ്ടും ഒക്കെ കിട്ടാനൊക്കെ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൻ്റെ അകത്തുനിന്ന് പറ്റില്ല. ഈ ചിക്കൂപ്പിൻ്റെ സൈറ്റിലേക്ക് പോകണം. സൈറ്റിലേക്ക് പോയാലാണ് നമുക്ക് ഇത് സ്പിന്നും കാര്യങ്ങളൊക്കെ വരിക. നിങ്ങൾക്ക് സൈറ്റിലേക്ക് കയറാനുള്ള ഈസി വേ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുക ചിക്കൂപ്പിൻ്റെ. അവിടെ നിന്ന് ജസ്റ്റ് /സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ഓൺ ബ്രൗസർ എന്ന് പറയുന്നൊരു ബട്ടൺ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓപ്പൺ ചോദിക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബ്രൗസറിലേക്കാണ് കയറുക. അവിടെ നിങ്ങൾക്കൊന്ന് ലോഗിൻ ചെയ്യാൻ വരും. നിങ്ങളുടെ
യൂസർ നെയിമും കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡായി വരുന്നത് സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്രൗസറിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിൻ്റെ വാല്യൂയും കാര്യങ്ങളൊക്കെ തന്നെ ഈസി ആയിട്ട് ബ്രൗസറിൽ നിന്ന് കൂട്ടാൻ പറ്റും. ആ ബോട്ടിനേക്കാളും ബ്രൗസറിൽ കളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ കളിക്കാൻ തോറും നിങ്ങൾക്ക് എഗ് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ അപ്ഗ്രേഡിൻ്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. കുറേ ഫാം വലുതാകുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അപ്ഗ്രേഡ് എഗ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ ഷേപ്പും എഗ്ഗിൻ്റെ ഷേപ്പും ഒക്കെ തന്നെ മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പോൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കാണാൻ നീല കളറായിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാം വലുതാവും, അതുപോലെ തന്നെ മെഷീൻസ് വലുതാവും, ചിക്കൻ്റെ ഷേപ്പ് മാറും, കൂടിൻ്റെ ഷേപ്പും ഒക്കെ മാറും. ഓക്കെ, സൈറ്റിലാണെങ്കിൽ എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആയിരിക്കും. സൈറ്റിൽ മൈൻഡ് ചെയ്യുക, സൈറ്റിലാണ് എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലക്കി സ്പിൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ബൂസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓരോ ഫാമിലും നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതെല്ലാം പറഞ്ഞ് ഞാൻ ഡിലേ ആക്കുന്നില്ല. നിങ്ങളുടെ എഗ് ലേയിങ് റേറ്റ് കൂട്ടാം, അതുപോലെ തന്നെ നിങ്ങളുടെ ലാബ് നന്നാക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്ഗ്രേഡിലുണ്ട്. ഷോപ്പ് നിങ്ങൾക്ക് അതൊക്കെ ഡയമണ്ട് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വാല്യൂ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണ് വാല്യൂ എന്നുള്ള പോലെ തന്നെ 90% മൈനിങ് കൂട്ടാം. 3 ഡേയ്സിൽ അതിനൊക്കെ 900 ഡയമണ്ട് കൊടുത്താൽ വെർത്താണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ വെർത്താണോ എന്ന് ഓരോന്ന് വായിച്ച് നോക്കിയതിന് ശേഷം കൊടുക്കുക. പിന്നെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് കാര്യങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ മാത്രമേ സ്റ്റോറേജിൽ അപ്ഗ്രേഡേഷൻ്റെ ഓപ്ഷൻ വരുള്ളൂ. ഓക്കെ, പിന്നീടുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ എഗ് ലേയിങ് ആണ്. ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നതോറും എഗ് ലേ ആയിക്കോളും. ഡയമണ്ട് എല്ലാം കിട്ടുന്നവരെ ജസ്റ്റ് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ടാപ്പ് ചെയ്ത് എഗ് ലേ ആക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം പറന്നു പോകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റർ കിട്ടുന്നതാണ്. പിന്നെയുള്ള ഓപ്ഷനാണ് ലാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓരോ എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാം, അപ്ഗ്രേഡ് ചെയ്യാൻ ഇവിടെ. അതുപോലെ തന്നെ എൻഹാൻസ്മെൻറ്റ്, പെട്ടെന്ന് ഓരോ എഗ്ഗിൻ്റെ വാല്യൂ കൂട്ടാം. അതിന് ഇത് അപ്ഗ്രേഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴീൻ്റെ കൂട്, ഇതാണ് കോഴീൻ്റെ അക്കോമഡേഷൻ ചെയ്യുന്ന കൂട്, ഇത് ഇൻക്രീസ് ആക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ 10,000 ആണ് ലിമിറ്റ്. നിങ്ങൾക്ക് കയറുമ്പോൾ 10,000 ആയിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതോറും ലിമിറ്റ് കൂടും. അല്ലെങ്കിൽ ഹാച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഈ ഒരു ചിക്കനെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം, ഈ ഒരു ചിക്കൻ ഇവിടെ നിൽക്കുന്ന ചിക്കനെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഇല്ലാതെ വരും. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ലാബ് പോയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. പിന്നെയുള്ള ഇൻവൈറ്റ് പോയി കഴിഞ്ഞാൽ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഒരു ഫ്രണ്ടിന് നിങ്ങൾക്ക് 5 ഡയമണ്ട് വെച്ച് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട് ടെലഗ്രാം പ്രീമിയം ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 10 ഡയമണ്ടും കിട്ടും. ഇനി നമുക്ക് സൈറ്റ് എങ്ങനെ നോക്കാം. ഇത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ എനിക്ക് കണക്ട് ടു എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ് എമൗണ്ട് കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോൺ കീപ്പർ വേണോ ടെലഗ്രാം വാലറ്റ് വേണോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഓൾറെഡി ഇപ്പോൾ ചൂസ് ചെയ്തു. ഞാനപ്പോൾ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് വാലറ്റിലേക്ക് കുറച്ച് ടോൺ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ ടോണായിട്ട് 0.0095 ഉണ്ട്. അത് $0.06 വേർത്ത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ റിസീവ് ആയത് കാണാൻ പറ്റും. സമയം കാണാൻ പറ്റും. 5:45 റിസീവ് ആയിരിക്കുന്നത്. ഓക്കെ, ഞാൻ കണക്ട് ചെയ്ത് അപ്പോൾ തന്നെ എനിക്ക് റിസീവ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ടോൺ കീപ്പറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ടെലഗ്രാമോ ഏത് ടോൺ വാലറ്റ് വേണമെങ്കിലും ഇവിടെ ജസ്റ്റ് കണക്ട് കൊടുക്കുക, ടോൺ കീപ്പർ സെലക്ട് ചെയ്യുക, കൺഫേം അടിക്കുക. അത്രേ ഉള്ളൂ, ഈസി പണിയാണ്. ഓക്കെ, അപ്പോൾ 2 ഫ്രീ സ്പിൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ 0.0004 ടോൺ ഈ ഒരു സ്പിൻ ചെയ്യാൻ വേണ്ടി പേ ചെയ്യണം. ഇതൊരു ഗ്യാസ് ഫീ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ടോൺ കീപ്പറിലേക്ക് പോയി. ഇവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 0.004 നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതിൻ്റെ നെറ്റ്വർക്ക് ഫീ എത്രയാണ്? 0.03 നെറ്റ്വർക്ക് ഫീ ആയിട്ടും പോകും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ കൺഫേം ആവും. എന്നിട്ട് വീണ്ടും നമ്മളെ ബ്രൗസറിലേക്ക് വരിക. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. വെയിറ്റ് ഫോർ അവർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റുഡ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും യു റിസീവ്ഡ് 1 പ്രീമിയം സ്പിൻ എന്ന് പറഞ്ഞ 2 ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ സ്പിന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ ടോൺ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ 2 കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ സ്പിൻ ചെയ്തു 1. അപ്പോൾ ഇവിടെ നമുക്ക് റിവാർഡ് കിട്ടി, ക്ലെയിം അടിച്ചു. ഒരു പ്രീമിയം സ്പിന്നോടുണ്ട്, അതുകൂടി ചെയ്യാം. ഓക്കെ, ഒരു 108 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഇതിന്ന് കിട്ടിയ എയർ ഡ്രോപ്പ് കൊണ്ട് കിട്ടിയത്. നമുക്കിനി സ്പിൻ മേടിക്കാം. 0.01 ടോൺ അതിന് നമ്മൾ പേ ചെയ്യണം. എത്ര സ്പിന്നാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ്. ഓക്കെ, നമുക്കിവിടെ $10 ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡോളർ സൈൻ ഉണ്ട്. ഈ ഒരു ഡോളർ $10 ആയാൽ നമുക്കിവിടെ വിഡ്രോ അടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അത് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. എയർ ഡ്രോപ്പ് വരണം എന്നൊന്നുമില്ല. ഓക്കെ, സൈറ്റ് ഓപ്പൺ ആയി. ഇവിടെ ഫുള്ളി ഫങ്ഷണലാണ്, എല്ലാ ഓപ്ഷൻസും വർക്കാവും. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കാതെ വിട്ട 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് നോക്കാം. അത് തന്നെ ഷോപ്പാണ്. ഷോപ്പിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഡയമണ്ട് പർച്ചേസ് ചെയ്യാം. അതിന് ഒറിജിനൽ മണി കൊടുക്കണം. അതുകൊണ്ട് അത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഡയമണ്ട്സ് നിങ്ങൾക്ക് ഗെയിം കളിച്ചിട്ടും ഒക്കെ തന്നെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതും ചെയ്താൽ അതും കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പറന്നു പോകുന്ന സാധനങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതൊന്നും ഇടയ്ക്ക് ഡയമണ്ട്സ് 10, 100, 300 ഒക്കെ കിട്ടും. പിന്നെ ആ സ്പിന്നിങ് വീലിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നെ ഡയമണ്ട് കിട്ടും. അതുകൊണ്ട് ഒരിക്കലും ക്യാഷ് കൊടുത്ത് ഡയമണ്ട് വാങ്ങരുത്. അപ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട്സ് കൊടുത്താൽ ക്യാഷ് ഇവിടെ മേടിക്കാൻ പറ്റും. അതാണ് ഷോപ്പിലുള്ള ഒരു കാര്യം. അവിടുന്ന് ഏതെങ്കിലും ഒരു പാക്ക് പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ഒരു മിഷനും കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തതിന് റിവാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അംബാസഡർ കയറിയതിന് ഒന്നുകൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നതോറും വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി പുതിയ എന്തെങ്കിലും ഇൻവൈറ്റോ അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ വരികയാണെങ്കിൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലായിരിക്കും ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ചാനലിൽ അതിനുവേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും വരും. അപ്പോൾ അതൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കുക. ഞാൻ നല്ലൊരു വാലിഡ് ഡൗട്ടാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം വീണ്ടും ചോദിക്കരുത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ സൂൺ, ബൈ.